ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ. നല്ലൊരു സ്റ്റിർ ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കണ്ടോ, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വെണ്ടയ്ക്ക റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഞാനിവിടെ ഒരു 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി വെണ്ടയ്ക്ക നീളത്തിൽ തന്നെ ഒരു വെണ്ടയ്ക്ക് 4ആയിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് കട്ടി കൂടരുത്, കട്ടി കുറയരുത്, ഇങ്ങനെ 4ആയിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാ വെണ്ടയ്ക്കയും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. 1/2 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അരിപ്പൊടി. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിന് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വിനിഗർ. ഇതൊക്കെ ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടി മാത്രം. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഈ പൊടികളൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഈ വെണ്ടയ്ക്കയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അങ്ങനെ ഒഴുകി പോകരുത്. കണ്ടോ, ഇതുപോലെ പിടിച്ചിട്ടിരിക്കണം. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് സൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. ഇത്തിരി ജീരകവും പിന്നെ വറ്റൽമുളകും ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക മിക്സ് ആക്കിയപ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആയിട്ട് വരണ്ട കേട്ടോ. സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സാക്കി മാറ്റി വെച്ച വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ആദ്യം ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം കൂടി ഇങ്ങനെ കൂടി പിടിച്ചിട്ട് വരും. അത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ വിട്ട് വരും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടും. പക്ഷേ നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ കുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് നല്ല നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് ഉണ്ടാക്കത്തില്ലേ, അതുപോലെ വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ വെണ്ടയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ, പറാത്തയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട. വെണ്ടയ്ക്ക കഴിക്കാൻ മടിയുള്ളവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കും, അല്ലെങ്കിൽ വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കും. ഇതാണ് കുറച്ചുകൂടി എളുപ്പം, നല്ല ടേസ്റ്റും. അപ്പോൾ തയ്യാറാക്കി നോക്കണം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.